നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറ് അത് വ്യാപകമായതിനെ തുടർന്ന് സ്ഥിര യാത്രക്കാരുടെയും റെയിൽവേ സുരക്ഷാ സേനയുടെയും സംയുക്ത സഹകരണത്തോടെ റെയിൽവേ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിച്ചു. ഇതൊക്കെ വാർത്തകൾ എപ്പോഴും നമ്മൾ കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറിന് ഒരു കുറവുമില്ല, അത് തുടരുകയാണ്. ഇന്ന് വന്ന വാർത്ത അത് ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രെയിൻ യാത്രയിൽ വിൻഡോ സീറ്റിലിരിക്കുന്നവർക്കൊക്കെ തന്നെ ഇപ്പോൾ ഭയമാണ്. കാരണം ഏത് നിമിഷവും ചീറിപ്പാഞ്ഞ് കല്ലുകൾ തങ്ങളുടെ ശരീരത്തിലേക്ക് എത്താം എന്നുള്ള ഭയം. ഇന്ന് കടലുണ്ടിയിൽ ട്രെയിനിന് നേരെ കല്ലേറ് ഉണ്ടായി. അതിൽ ഒരു യാത്രക്കാരിയായ വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു എന്നുള്ള വാർത്തകളും വിദ്യാർത്ഥിനി ചികിത്സയിൽ കഴിയുന്നതിൻ്റെ ഫോട്ടോയുമാണ് പുറത്തു വന്നിരിക്കുന്നത്. പുറമേരി സ്വദേശിനി ഐശ്വര്യ രാമകൃഷ്ണനാണ് പരിക്കേറ്റത്. ആലുവയിൽ നിന്ന് വടകരയ്ക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് സംഭവം. കല്ലേറിൽ പെൺകുട്ടിയുടെ താടിയെല്ലും പല്ലും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആലുവ UC കോളേജ് ബിരുദ വിദ്യാർത്ഥിയാണ് ഐശ്വര്യ രാമകൃഷ്ണൻ. കടലുണ്ടിക്കും ഫറോക്കിനും ഇടയിൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത്. സമാനമായ രീതിയിൽ വന്ദേ ഭാരതിന് നേരെയും കല്ലേറുണ്ടായിട്ടുണ്ട്. CCTVകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാത്രി 9:50 കടലുണ്ടിക്കും ഫറോക്കിനും ഇടയിൽ വെച്ചായിരുന്നു സംഭവം നടന്നിരിക്കുന്നത്. കല്ലേറിൽ ഐശ്വര്യയുടെ താടിയെല്ലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും 4 പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ആലുവ UC കോളേജ് വിദ്യാർത്ഥിനിയായ ഐശ്വര്യ സ്റ്റഡി ലീവിനായി നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപ്രതീക്ഷിത ദുരന്തം വേട്ടയാടിയത്. ആലുവയിൽ നിന്ന് വടകരയിലേക്കായിരുന്നു യാത്ര. ട്രെയിൻ കടലുണ്ടി പിന്നിട്ട ഉടൻ ജനാലിലൂടെ അതിവേഗത്തിൽ വന്ന കല്ല് ഐശ്വര്യയുടെ മുഖത്ത് പതിക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച വിദ്യാർത്ഥിനിയെ സഹയാത്രികരും റെയിൽവേ അധികൃതരും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ റൂട്ടിൽ മുൻപും ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായ പശ്ചാത്തലത്തിൽ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഐശ്വര്യയുടെ പരിക്കുകൾ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സ തുടരുകയാണ്. ഇതിപ്പോൾ എറിയുന്നവർക്ക് ഒരു രസമായിരിക്കാം, പക്ഷെ അത് എറിഞ്ഞു കഴിഞ്ഞ് അവർ ആ വഴി പോയിക്കൊള്ളും. പക്ഷെ ഇവിടെ ഇപ്പോൾ യുവതി അനുഭവിക്കുന്ന വേദന എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം ജീവിതകാലം മുഴുവൻ അതിൻ്റെ വേദന കൊണ്ട് നടക്കേണ്ടി വന്നാലോ. ഇന്നലെ മുംബൈ ലോക്കൽ ട്രെയിനിൽ യാത്രക്കിടെയും യുവതിക്ക് നേരെ കല്ലേറ്. ദാദർ റെയിൽവേ സ്റ്റേഷന് സമീപം വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. ട്രെയിനിന് നേരെ അജ്ഞാതനെറിഞ്ഞ കല്ലുകൊണ്ട് യുവതിയുടെ കണ്ണിനും നെറ്റിക്കും ഗുരുതരമായി പരിക്കേറ്റു. CSMTയിൽ നിന്ന് ബദ്ലാപൂരിലേക്ക് പോവുകയായിരുന്ന ലോക്കൽ ട്രെയിനിൽ വൈകുന്നേരം 7:15 ദാദർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. ട്രാക്കിന് സമീപം നിന്നിരുന്ന ഒരാൾ ലേഡീസ് കമ്പാർട്ട്മെന്റിന് നേരെ കല്ലെറിയുകയായിരുന്നു. ട്രെയിനിന്റെ ജനാലിനരികിൽ ഇരുന്നിരുന്ന യുവതിയുടെ വലത് കണ്ണിന് തൊട്ടു താഴെയാണ് കല്ല് വന്ന് പതിച്ചത്. ആഘാതത്തിൽ യുവതിയുടെ മുഖത്ത് നിന്ന് രക്തം വന്നതോടെ മറ്റു യാത്രക്കാരും ഭയന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോമിലെത്തിയ ഉടൻ തന്നെ റെയിൽവേ അധികൃതരും റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം യുവതിയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതിയെ കണ്ടെത്താനായി റെയിൽവേ പോലീസ് സ്റ്റേഷനിലെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മുംബൈ റെയിൽവേ ശൃംഖലയിൽ യാത്രക്കാരുടെ സുരക്ഷ വീണ്ടും ചോദ്യചിഹ്നമാവുകയാണ്. 2 മാസം മുമ്പ് ബാന്ദ്ര സ്റ്റേഷനിലും സമാനമായ രീതിയിൽ കല്ലേറുണ്ടായിരുന്നു. അന്ന് സീറ്റിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിന് പരിക്കേൽക്കുകയും പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം നിന്ന് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നത് മുംബൈയിൽ പതിവാകുന്നതും നിത്യയാത്രക്കാരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും ഇത്തരം ആക്രമണങ്ങൾ തുടരുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റെയിൽവേ ട്രാക്കിന് സമീപം സാമൂഹ്യ വിരുദ്ധ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ട്രാക്കിന് സമീപമുള്ള പോസ്റ്റുകൾ, സൈൻ ബോർഡുകളിലെ നമ്പറുകൾ റെയിൽവേ പോലീസിന് കൈമാറാൻ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകാറുണ്ട്. കല്ലേറ് പോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാതെ വരുന്നതാണ് പലപ്പോഴും പ്രതികളെ കണ്ടെത്താൻ കാലതാമസം നേരിടുന്നത്.
ട്രാക്കിന് സമീപം ഓരോ 100 മീറ്റർ അകലത്തിലും വെള്ളയിൽ കറുപ്പ് അക്ഷരത്തിൽ കൃത്യമായ ദൂരം അടയാളപ്പെടുത്തിയ കുറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അക്കങ്ങൾ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ പോലീസിനെ സഹായിക്കും. അതുകൊണ്ട് ട്രെയിനിൽ സംശയാസ്പദമായത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ കുറ്റിയിൽ അടയാളപ്പെടുത്തിയ ഈ നമ്പറുകൾ ശ്രദ്ധിക്കണമെന്നും സുരക്ഷാ സേനയ്ക്ക് കൈമാറണമെന്നാണ് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുട്ടികൾ ട്രാക്കിൽ നാണയവും മെറ്റൽ കഷ്ണങ്ങളും വെക്കുന്നതായി പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന ഗൗരവകരമായ അനന്തരഫലങ്ങളെ കുറിച്ച് വീടുകളിലും സ്കൂളുകളിലും ബോധവൽക്കരണം നടത്തണമെന്നും റെയിൽവേ പോലീസ് അഭ്യർത്ഥിച്ചിരുന്നു. റെയിൽവേ ഭൂമിയിൽ അതിക്രമിച്ചു കടക്കുന്നതും ട്രാക്കിലും പരിസരത്തും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും പൊതുമുതൽ നശിപ്പിക്കുന്നതും രാജ്യദ്രോഹ കുറ്റമായാണ് കണക്കാക്കുന്നത്. ട്രാക്കിലൂടെയുള്ള പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ പരിപൂർണ പിന്തുണയും RPF തേടിയിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ജനൽ ചില്ലിൽ തട്ടി കല്ലുകൾ അകത്തേക്ക് പോകാറില്ല, എന്നാൽ ജനൽ ചില്ലുകൾ പൊട്ടാറുണ്ട്. മറ്റു ട്രെയിനുകളിൽ കല്ലുകൾ അകത്തെത്തി യാത്രക്കാരെ പരിക്കേൽപ്പിക്കുകയും എഞ്ചിനിലേക്ക് കല്ലെറിയുന്ന സംഭവങ്ങളുമുണ്ട്. CCTV, പ്രാദേശിക അന്വേഷണങ്ങൾ എന്നിവ നടത്തിയാണ് കല്ലെറിയുന്നവരെ RPF കണ്ടെത്തുന്നത്. സെക്ഷൻ 150, 152, 153, 154 എന്നീ വകുപ്പുകളാണ് കുറ്റക്കാർക്കെതിരെ ചുമത്താറുള്ളത്. 1 മുതൽ 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന കടുത്ത ശിക്ഷ നൽകണം. കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലും CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെയാണ് പ്രതികൾ രക്ഷപ്പെടാറുള്ളത്. പക്ഷേ ഇത്തരത്തിൽ നിരപരാധികൾക്ക് പരിക്കേൽക്കുന്നത് സംഭവങ്ങൾ ഇന്ന് കൂടുകയാണ്. മാത്രമല്ല ഇവർ പൊതുമുതൽ നശിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് വെച്ചുപുറപ്പിക്കാനായിട്ട് സാധിക്കില്ല.